ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവവചന കേൾവിക്കായി കാതോർത്തിരിക്കുന്ന എല്ലാ വിശുദ്ധരെയും ക്രിസ്തയേശുവിൽ സ്നേഹവന്ദനങ്ങൾ ചൊല്ലുന്നു. ഒരു വലിയ കുളത്തിൽ നിന്ന് വയലിലേക്ക് ചെറിയ അരുവി വഴി തൻ്റെ വയലിലേക്ക് ഒരു കർഷകൻ വെള്ളം വിടുന്നത് പോലെ നമുക്ക് ആവശ്യമായ എല്ലാ നന്മകളും ദൈവത്തിൻ്റെ ചെറിയ അരുവിയിലൂടെ അന്നന്ന് നമുക്ക് നൽകി മാനിപ്പാൻ, നമ്മെ കരുതുവാൻ മതിയായ ഒരു ദൈവമാണ് നമ്മെ മകനെ മകളെ എന്ന് വിളിച്ച് സ്നേഹിക്കുന്നത്. സദൃശവാക്യങ്ങളിൽ 30:19 വചനം ഇങ്ങനെ പറയുന്നു: ഞാൻ തൃപ്തനായി തീർന്നിട്ട് യഹോവ ആർ എന്ന് നിന്നെ നിഷേധിപ്പാനും ദരിദ്രനായി തീർന്നിട്ട് മോഷ്ടിച്ച് എൻ്റെ ദൈവത്തിൻ്റെ നാമത്തെ തീണ്ടിപ്പാനും സംഗതി വരരുത്. ദൈവത്തിൻ്റെ ദാസനായ ശലോമോൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവചനം. ലോകത്തിൻ്റെ ജ്ഞാനികളും ദൈവമില്ലാത്തവരും ഒരുപോലെ പുകഴ്ത്തി പറയുന്ന ഒരു മനുഷ്യനും ഈ വാക്യങ്ങളും. കാരണം ഏത് കാലഘട്ടത്തിലും ആർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന വാക്യങ്ങൾ. തിരുവചനത്തിൽ ദൈവം പറയുന്നു, നമ്മൾ ഒരിക്കലും ദൈവത്തെ മറക്കരുത്. തൃപ്തി പ്രാപിച്ചാലും മറക്കരുത്, ദാരിദ്ര്യം വന്നാലും മറക്കരുത്. ദൈവത്തെ ആരെന്നൊക്കെ ചോദിച്ച് ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ അടിയേറ്റു വാങ്ങിയൊരു രാജാവുണ്ട്. പുറപ്പാട് പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ അവിടെ മോശയോട് ഫറവോൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അതിന് ഫറവോൻ ഇസ്രായേലിനെ വിട്ടയപ്പാൻ തക്കവണ്ണം ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവനാർ? ഞാൻ യഹോവയെ അറിയയില്ല, ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുകയുമില്ല എന്ന് പറഞ്ഞു. ചരിത്രത്തിൽ ഇടം പിടിച്ച ഒരു ചക്രവർത്തി, പക്ഷെ ദൈവത്തിൻ്റെ മുൻപിൽ ചോദിക്കുന്ന, ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ മുൻപിൽ ചോദിക്കുന്ന ഒരു ചോദ്യം, അവനാർ? ഓർക്കുന്നുണ്ടോ? ദാവീദ് എഴുതിയ സങ്കീർത്തനം 14-ാമത്തെ അധ്യായത്തിൽ അവിടെ ദാവീദ് പറയുന്നത് ഇങ്ങനെയാണ്: ദൈവം ഇല്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. നീ ജ്ഞാനിയായിരുന്നാലും ചക്രവർത്തിയായിരുന്നാലും ദൈവം ഇല്ല എന്ന് പറയുന്നവനെ ദൈവം വിളിക്കുന്ന പേര് മൂഢൻ എന്നാണ്. ദൈവമില്ലാത്ത നിലവാരത്തിൽ സമ്പത്ത് വർദ്ധിപ്പിച്ച് ആ സമ്പത്തിൽ ഊറ്റം കൊള്ളുന്നവനെ യേശു വിളിച്ച വിളിയിതാ, മൂഢ. ഇന്ന് രാത്രി നിൻ്റെ ആത്മാവിനെ എടുത്താൽ നിൻ്റെ നിത്യത നീ എവിടെ ചിലവഴിക്കും? സർവശക്തനായ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇസ്രായേലിന് കൊടുത്ത പ്രമാണത്തിനകത്തും വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് എഴുതി വച്ചിട്ടുണ്ട്. ആവർത്തന പുസ്തകം പഠിക്കുമ്പോൾ നീ ഭക്ഷിച്ച് തൃപ്തി പ്രാപിച്ച് നല്ല വീടുകൾ പണിത് അതിൽ പാർക്കുമ്പോൾ ആടുമാടുകൾ പെരുകി നിനക്ക് വെള്ളി പൊന്ന് ഏറി നിനക്കുള്ളതൊക്കെയും വർദ്ധിക്കുമ്പോൾ നിൻ്റെ ഹൃദയം നിഗളിക്കരുത്. അപ്പോൾ തൃപ്തി പ്രാപിക്കുമ്പോൾ, വീട് പണി കിട്ടുമ്പോൾ, നന്മകൾ പെരുകുമ്പോൾ ഹൃദയം നിഗളിച്ചു പോകും എന്നുള്ളത് ദൈവത്തിന് നന്നായിട്ടറിയാം. ദൈവം മുന്നമേ എഴുതി വച്ചേക്കുക. ദാരിദ്ര്യത്തിൻ്റെ അനുഭവത്തിൽ ദൈവം ആരെന്നൊരു പക്ഷെ മനുഷ്യൻ ചോദിക്കും. പക്ഷെ അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഒത്തിരി അത്ഭുതങ്ങൾ വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയും. നോക്കൂ, മന്ന അവരുടെ വീടിൻ്റെ മുൻപിൽ, കാടപ്പക്ഷി അവരുടെ മുൻപിൽ വെള്ളം പാറയെ പിളർന്നു, അത്ഭുതങ്ങളുടെ നീണ്ട നിര. പ്രവാചകന്റെ ഭാര്യ നിലവിളിക്കുക, ഇതാ ഒരല്പ എണ്ണയിൽ നിന്ന് തനിക്കും തൻ്റെ കുടുംബത്തിനും എല്ലാ കാലത്തും ജീവിക്കുവാൻ ആവശ്യമായത് അതിലൂടെ വർദ്ധിപ്പിക്കുന്നൊരു ദൈവിക അത്ഭുതം. ഏലിയാവിൻ്റെ കാലഘട്ടത്തിൽ ക്ഷാമമാണ്, പക്ഷെ തൻ്റെ ഭക്തനു വേണ്ടി ഇറച്ചി ഒരിക്കലും നഷ്ടപ്പെടുത്തി കളയാത്ത ഒരു ജീവിയെ തന്നെ ദൈവം വിളിച്ച് ആ ജീവിയുടെ വായിൽ വച്ചു കൊടുത്തയക്കുക.
നമ്മൾ ദാരിദ്ര്യം വരുമ്പോഴും നാം മനസ്സിലാക്കണം, നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ എൻ്റെ ദൈവം ഒരുക്കപ്പെട്ട നന്മകൾ ഏത് വ്യക്തിയുടെ കരങ്ങളിലാണെങ്കിലും, എൻ്റെ കയ്യിൽ ഏത് കാക്കയാണെങ്കിലും അതെൻ്റെ കയ്യിലെത്തുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കും. പ്രിയരെ, ഇന്ന് പ്രഭാതത്തിൽ ഈ തിരുവചനം കേൾക്കുമ്പോൾ എന്തുകൊണ്ടും വേദനിച്ചോ ഭാരപ്പെട്ടോ ഞരങ്ങിയോ ഒരുപക്ഷെ ദാരിദ്ര്യത്തിൻ്റെ അനുഭവത്തിൽ നാം ആയിരിക്കുന്നെങ്കിൽ നമുക്ക് പറയുവാൻ കഴിയട്ടെ, പരിശുദ്ധാത്മാവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. എൻ്റെ ദൈവത്തിന് 5 അപ്പം മതി 5000 പോഷിപ്പിക്കുവാൻ. പ്രിയരെ, ഇന്ന് പകൽക്കാലം ആ ദൈവത്തോട് ചേർന്ന് നമുക്ക് പറയുവാൻ കഴിയട്ടെ, ഞാൻ തൃപ്തി പ്രാപിക്കുമ്പോഴും ഫറവോൻ ചോദിച്ചതുപോലെ ചോദിക്കില്ല. അങ്ങൻ്റെ പിതാവാണ്, അങ്ങൻ്റെ ദൈവമാണ്. നമ്മുടെ നന്മകൾ വർദ്ധിക്കുമ്പോൾ, തൃപ്തി പ്രാപിക്കുമ്പോൾ, ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഏറി വരുമ്പോഴും ഞാൻ പറയും, എനിക്ക് വേണ്ടി കരുതുന്ന, എന്നേക്കാൾ എന്നെക്കുറിച്ച് ചിന്തിക്കുന്ന, എന്നെ ആര് മറന്നാലും എന്നെ ഒരിക്കലും മറക്കാത്ത, എൻ്റെ വലങ്കരം പിടിച്ചിരിക്കുന്ന, ആ ദൈവത്തിൻ്റെ വലത് കയ്യിൽ എന്നെ വരച്ചിരിക്കുന്ന ഒരു മഹാപിതാവ്, ഒരു മഹാദൈവം, ആ വലിയവനായ ദൈവം എനിക്ക് വേണ്ടിയുണ്ട്. പ്രിയരെ, ആ കരുതുന്ന ദൈവത്തിൻ്റെ കരങ്ങളിൽ വിശ്വസിച്ച് ഏൽപ്പിച്ച് കൊടുത്ത് പറയാം, ഞാൻ ദൈവത്തിൻ്റെ പാദപീഠത്തിലാണ്, ഞാൻ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്, ഐ ഡോണ്ട് വറി. അതേ പ്രിയരെ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ തിരുവചനങ്ങളാൽ പരിശുദ്ധാത്മാവ് നമ്മെ അത്ഭുതകരമായി നടത്തും. ആമേൻ. ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കാം. നന്മകൾ വർദ്ധിക്കുമ്പോൾ ദൈവം ആരെന്നല്ല, ആമേൻ, ദാരിദ്ര്യം വരുമ്പോൾ ദൈവത്തിൻ്റെ നാമത്തെ തേണ്ടിപ്പാനുമിട വരാതെ ആ പരിശുദ്ധാത്മാവിന് മുഴുമഹത്വം കൊടുത്ത് ജീവിപ്പാൻ ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു.